എന്താ ഒരു ഇളക്കൊക്കെ? എന്നാലും എൻ്റെ മോളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. നോക്കെന്തേ? അവക്കൊരു കളിക്കൂട്ടുകാരൊക്കെ വേണ്ടടി. പിന്നെ നിങ്ങൾ ആദ്യം പണിക്ക് പോകാൻ നിൽക്കി. അതിപ്പോ ജോർജ് പണിക്ക് പോയിട്ടാ 3 കുട്ടികളുണ്ട്. എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ. അത്ര രസം മതി. ഒന്നേ ഉള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് നിന്റെ അതേ സൗന്ദര്യം കിട്ടിയാ മതി. പിന്നെ എന്താണ് നീ ഇന്നാലും എന്ത് സുന്ദരിയാടി. നിന്നെ കാണാൻ എന്ത് രസം. എന്താണ് എന്ത് പോയാട്ടെ? എന്ത് രസാടി. സൗന്ദര്യ എന്താ ഞാൻ പെട്ടുപോയടാ. നീ വാ. എങ്ങോട്ടാ പോണ്? നീ വാ, ഞാൻ പറയട്ടെ. എങ്ങോട്ടാണെങ്കി എന്നെ വലിച്ചു കൊണ്ടോണേ. ഞാൻ പറയട്ടെ, നീ ഇവിടെ ഇരിക്കും. എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ ട്രാപ്പിലായടാ. ഇത് പറയണെങ്കി എന്നെ വിളിച്ച്. നീ ഇരിക്കും സുനീഷേ, പറയണ കേക്ക്. സുനീഷേ, നിനക്കറിയില്ല അമേരിക്കൻ പെണ്ണ് ക്ലീൻഡയാ? അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയടാ. അവക്ക് അവൾക്ക് 2 തുണിയില്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ. ഇപ്പൊ അവള് പറയാ 1,00,000 രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും. എനിക്കാണെങ്കിൽ കാര്യം വരച്ചിട്ട് മേലെ ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്ത് നോക്കണേ? ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇത് പേടിക്കണ്ടോ? ഒരുപാട് ആൾക്കാർ കുടിക്കടാ. അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണോ? നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ. പിന്നെ എന്താ ചെയ്യാ? നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. സത്യമാണോ? സുനിഷേ, നീയാടാ ശരിയായി ചങ്ങായി. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു എസ്ജി യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇപ്പോൾ പുയർത്താലുള്ളത് ഞാൻ സുനീഷ്, ഇത് ജോർജ്. ഹലോ ഗൈസ്, ഞാൻ ജോർജ്. ഇന്ന് ഈ പുഴയിലെ എല്ലാ മീനുകളെയും പിടിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഹലോ ഹലോ पुश करो दीदी, ट्राई करो, ट्राई करो. कोई बात नहीं दीदी, ट्राई करो. फिकर मत करना दीदी, कोई बात नहीं. You have to push. दीदी आराम से, दीदी आराम से. ദേ ബംഗാളി നിൽക്കണോ? ബംഗാളിയെ കണ്ടോ? എന്താ? ഞാൻ നിന്നോട്ട് പഴയ പ്ലാൻ പറഞ്ഞു. അറിയില്ല. പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടിപ്പോയി ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും. നീ അപ്പൊ അതിന്റെ വീഡിയോ എടുത്തോണം. ഞാൻ എന്നിട്ട് പുഴയിലെറിയ പോലെ കാണിക്കും. പക്ഷെ അറിയില്ല. എടാ, ഇപ്പോഴാണ് അങ്ങനൊരു വിവരമുള്ള ഐഡിയ പറഞ്ഞു. എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ റീച്ചാവും. സെറ്റല്ലേ? ഐഡിയ. दीदी कोई बात नहीं दीदी, ट्राई करना. कोई बात नहीं दीदी. പ്രാങ്ക് വീഡിയോ എടുത്താ ചേട്ടാ. ഫോൺ വെള്ളത്ത് പോയോ? രണ്ടും കൂടെ രണ്ടിനെ ചേച്ചടാ. എന്തിനാണോ ഫോൺ വെള്ളത്തിലിട്ടേ? അവന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വെള്ളത്തിൽ പോയാ. ഈ 4 രൂപ നിങ്ങള് അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധം. അതിന് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. ഇതിനുള്ള ഒരു പണി മെമ്പറിന് നാട്ടുകാർക്കും ജോർജ് സുനീഷ് അതാരാ മരുന്നേ? ആര്?
ആ മരുന്ന് ആരാടോ? അതാരാ മരുന്നേ? വിലാസിനി ഏ? വിലാസിനി വിലാസിനിയോ? ഇമ്പളെ വിലാസിനിയാന്നേ. ആര്? വിലാസിനി ഇമ്പളെ വിലാസിനിയോ? സുനീഷേ ഇറങ്ങി വാടാ. സുനീഷ് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ പ്രശ്നം? നമുക്കറിയില്ലേ? എന്താ പ്രശ്നം? എന്താ നമുക്കറിയില്ലേ? എന്താണ് പ്രശ്നം? എന്ത് എനിക്കറിയില്ല. മാഫിയ എനിക്കറിയില്ല. അങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. കളിച്ച് കളിച്ചിങ്ങള് മെമ്പറെ നെഞ്ഞത്തോടെ കളിക്കണേ. എന്താ പ്രശ്നം? എന്താ കാര്യം പറ മെമ്പറേ. എന്താ നിങ്ങള് ചെയ്തത്? എന്താ പറയുന്നത്? എന്താ കാര്യം? എന്താ എന്താ പ്രശ്നം പ്രശ്നം? നമുക്കറിയില്ലേ? നീ എന്തിനാ പ്രശ്നം പറയുന്നത്? എടാ, നിന്റെ ഷട്ടി എവിടെടാ? നിന്റെ ഷട്ടി എവിടെ? നിന്റെ ചട്ടികൾ പോടാ. കാണില്ല. നിങ്ങളൊക്കെ എനിക്കൊരു പണി തരുന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊണ്ടുവരാ എന്റെ ഷട്ടി. ഞാൻ ഇന്നലെ രാത്രി ആറിട്ടെന്റെ പുതിയ ഷട്ടി, പുത്തൻ പുതിയ ഷട്ടി, ചോട്ടാ ഭീമിന്റെ ഷട്ടി, എന്റെ അച്ഛൻ വാങ്ങി തന്ന പഴയ ഷട്ടി, ഇതൊന്നും കാണില്ല. കൊണ്ടുവരാ. മെമ്പറെ നിങ്ങളുടെ ഷട്ടി ഞങ്ങൾക്ക് എന്തിനാ? അതിനാണ് എനിക്ക് അറിയണ്ടേ. ഇന്റെ ഷട്ടി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്ക് ആവശ്യത്തിന് ഷട്ടി ഇവിടെ ഇല്ലേ? ഇന്റെ ഷട്ടി കാണാൻ ചെന്ന് അന്റതും പോയോ? എടാ ഇവന്റെ ഷട്ടിയും പോയി. എന്തിനാണ് നാട്ടുകാരെ ഷട്ടി ഇങ്ങനെ കട്ടി ജീവിക്കാൻ നിക്കണ നിങ്ങള്? സുനീഷേ, ഞങ്ങൾ കട്ടിട്ടോ ഷട്ടി. പിന്നെ എന്റെ ഷട്ടി എവിടെ? നീ എങ്ങാനും കൊണ്ടാടാ. അങ്ങക്ക് ഇവിടെ രണ്ട് നല്ല ഭാര്യമാരില്ലേ? ഈ നാട്ടുകാര് മൊത്തല്ലേ? പിന്നെ എന്തിനാണ് അങ്ങക്ക് എന്റെ ഷട്ടി? എനക്ക് എന്തിന്റെ ഭ്രാന്താണോ? ഞങ്ങൾ ഒരാളെ ഷട്ടി എടുത്തില്ല. ഞങ്ങൾ ഷട്ടി കണ്ടില്ല, ഒരു ഉളക്കം കണ്ടില്ല. എന്റെ മക്കളെക്കാൾ എനിക്ക് ഇഷ്ടമല്ല എന്റെ ഷട്ടിയെ കാണാതെ പോയത്. മര്യാദക്ക് തന്നോണ്ടി തന്നോ. ഇല്ലെങ്കില് മൂർഖം പാമ്പിന്റെ ഷട്ടി ഞങ്ങൾ അടിച്ചു മാറ്റിയത്. അത് മറന്നോണ്ട. എല്ലാത്തിനും പണി തരും. ഒരു വികസനവും എത്താത്ത, ആരോടും ഒന്നിനും പോവാത്ത വളരെ സാധുക്കളായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ കുണ്ടന്നൂർ ഗ്രാമം, ഈ ഗ്രാമത്തിൽ നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ അഭിമാനമായ അടിവസ്ത്രം പോലും അടിച്ചു മാറ്റുന്ന ആ ആഭാസന്മാരെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിക്കാൻ നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൗരപ്രമാണിയും പ്രമുഖനും പണക്കാരനുമായ, സർവോപരി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ദാസേട്ടൻ കുണ്ടന്നൂർ, അതുപോലെ തന്നെ നിങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ മെമ്പറും ചേർന്ന് ഷഡ്ഡിക്കള്ളന്മാരെ തുരത്താൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്ത്രീകൾ കിഴക്ക് ഭാഗത്തേക്ക് ടീമായിട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാവരും ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുക. ചാലഞ്ചേഴ്സിന്റെ യുവരക്തങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും തെക്കോട്ടും ഞാനും ദാസേട്ടനും വീട്ടിലേക്കും അല്ല വടക്കോട്ടും പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഷഡ്ഡിക്കള്ളന്മാരെ തുരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരോ തരാൻ പറഞ്ഞു. ആരോ തരാൻ പറഞ്ഞോ? എന്താ നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും ഞങ്ങളെ പിടിക്കാനാവില്ല. പ്രിയ ഗ്രാമവാസികളെ, ഈ ഗ്രാമത്തിനെ ദുരിതക്കയത്തിലേക്ക് നയിച്ച ആ കള്ളന്മാരെ പിടിച്ചിരുന്നവർക്ക് എന്റെ വക 5 ലക്ഷം. എന്റെ വാക്കാണ്. ദാസേട്ടൻ കുണ്ടന്നൂരിന്റെ വാക്ക്. ആഹാ, ഇപ്പൊ ശരിയായി തരാം.